പഠിക്കാൻ പോകുന്നത് +1 മാത്സ് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ്. എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമലി പറയുന്നത് സെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. പക്ഷേ എല്ലാ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെ നമ്മൾ എന്തായി കൂട്ടില്ല? സെറ്റായിട്ട് കൂട്ടില്ല. അതായത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ്സ് എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇനി എന്താണ് ഈ വെൽ ഡിഫൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തു. ഈവൻ നമ്പേഴ്സ്, അതായത് 2, 4, 6, 8 എക്സെട്ര. ഒരു ഈവൻ നമ്പർ നമ്മൾ പറഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു, അതായത് 16 എന്താണ് ഈ ഒരു സെറ്റിൽ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സെറ്റ് ഓഫ് 5 ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ്. ഇതൊരു സെറ്റായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേര് ഇതിന് ആൻസർ പറയും. 2 പേര്, അതായത് ഞാനിപ്പോൾ ഒരു 5 ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ പറയും, വേറൊരാൾ ഒരു 5 ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ പറയും. അങ്ങനെ വരുമ്പോൾ ഈ 2 എണ്ണം ഈക്വൽ ആവണമെന്ന് എന്തില്ല? നിർബന്ധമില്ല. ഞാൻ പറയുന്ന 5 പേരായിരിക്കില്ല വേറൊരാൾ പറയുന്ന 5 പേര്. അപ്പോൾ കറക്റ്റായിട്ട് ഇന്ന ആൾ ഇതിൽ വരുമെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതെന്തായിട്ട് കൂട്ടത്തില്ല? ഒരു സെറ്റായിട്ട് കൂട്ടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. വേറൊരു എക്സാമ്പിൾ കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്. കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ്? സെറ്റ് ആവുമല്ലോ. കാരണം എന്താ? എല്ലാ ഓഡ് നമ്പേഴ്സും, അതായത് 1, 3, 5 ഇതെല്ലാം എന്താ ഈ ഒരു സെറ്റിലുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പറയാനായിട്ട് പറ്റും. അപ്പോൾ കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ്? സെറ്റാണ്. കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ് എന്താണ്? സെറ്റാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കളക്ഷൻ ഓഫ് മന്ത് സ്റ്റാർട്ടിങ് വിത്ത് ദ ലെറ്റർ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതെന്താണ്? ഒരു സെറ്റിന് എക്സാമ്പിളാണ്. ഇനി സെറ്റ് അല്ലാത്തതിനൊരു 2-3 എക്സാമ്പിൾ പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് 5 ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ്, അത് സെറ്റായിട്ട് കണക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഇൻ ഇന്ത്യ, അത് പറഞ്ഞാൽ എന്താ? നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതൊന്നും എന്തല്ല? സെറ്റല്ല. എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ നോർമലി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A ഈസ് ഈക്വൽ ടു ഈ ഒരു ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? എലമെൻസിനെ കോമയായിട്ട് എഴുതും. 2, 4, 6 എക്സെട്ര. ഇങ്ങനെ എഴുതുന്നത് എന്താണ്? സെറ്റിൻ്റെ വൺ ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇങ്ങനെയാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുക? സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോമും, 2 സെറ്റ് ബിൽഡർ ഫോം. ഒന്ന് റോസ്റ്റർ ഫോം, 2 സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമാണ് ഞാൻ പറഞ്ഞത് എന്താ? നമ്മൾ എലമെൻസിനെ കോമയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതെന്തായി? റോസ്റ്റർ ഫോം. അതായത് നമ്മൾ ഈവൻ നമ്പേഴ്സിനെ നമുക്ക് A ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6 എക്സെട്ര എന്ന് എഴുതി കഴിഞ്ഞാൽ അതെന്തായി? റോസ്റ്റർ ഫോമാണ്. ഇനി ഈ സെയിം റോസ്റ്റർ ഫോമിലുള്ളതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതും നോക്കി? A ഈസ് ഈക്വൽ ടു സിമ്പൽ ബ്രാക്കറ്റ് അത് തന്നെ എക്സ് സച്ച് ദാറ്റ് എന്താണ്? ഈ 2, 4, 6 എന്ന് പറയുന്ന എലമെൻറ്റ്സ് എന്താണ്? ഈവൻ നമ്പേഴ്സ് അല്ലേ? പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യും? എഴുതി വെക്കും. ഡീറ്റെയിൽഡായിട്ട് എഴുതി വെക്കും. എക്സ് ഈസ് എ പോസിറ്റീവ് ഈവൻ നമ്പർ. എന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ക്യാരക്ടർ എന്താണോ അത് ബ്രാക്കറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതെന്തായി? സെറ്റ് ബിൽഡർ ഫോമായി. എക്സാമ്പിൾ തന്നേക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നേക്കുന്ന ഒരു എക്സാമ്പിളാണ്. A ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഇതിനെ റോസ്റ്റർ ഫോമിലൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? A ഈസ് ഈക്വൽ ടു സെറ്റ് ലെസ് ദാൻ 6ലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6നെക്കാട്ടി ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 and 5. ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്നത്. സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരുന്നാൽ അതിനെ എന്താക്കാൻ പറ്റും? റോസ്റ്റർ ഫോമിലാക്കാൻ പറ്റും. ഇനി റോസ്റ്റർ ഫോമിൽ തന്നിരുന്നാൽ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാമെന്ന് നോക്കാമല്ലോ. ഈക്വൽ ടു 1,
4, 9, etc. 100. ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം നമുക്ക്? ഇത് റോസ്റ്റർ ഫോം ആണല്ലോ. A is equal to X such that ഇനി 1, 4, 9 up to 100 വരെ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അല്ലേ? 1ൻ്റെ സ്ക്വയർ ആണ് 1, 2ൻ്റെ സ്ക്വയർ ആണ് 4, 3യുടെ സ്ക്വയർ ആണ് 9, 10ൻ്റെ സ്ക്വയർ ആണ് 100. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? n സ്ക്വയർ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ വേർ എന്നിൻ്റെ വാല്യൂ എന്താ? n ഈസ് ഈക്വൽ ടു 1 to 10, 1, 2, 3 എക്സെട്ര അപ് ടു 10. ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് എങ്ങനെ തന്നേക്കുന്നതാണെങ്കിലും, അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നേക്കുന്നതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും, റോസ്റ്റർ ഫോമിൽ തന്നേക്കുന്നതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനായിട്ട് പറ്റും. നോക്കിയാൽ A is equal to 1, 2, 3, 4, 5. ഇനി ഈ 3 എന്ന് പറയുന്നത് ഈ എയിലെ ഒരു എലമെൻ്റ് ആണല്ലോ 3 എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും? എലമെൻറ്റ്സ് എന്ന് പറയും. 3 എയിലെ എലമെൻ്റ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇങ്ങനെയാണ് വായിക്കുന്നത്. 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇനി 6 ഇതിനകത്തുള്ള എലമെൻ്റ് അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തും? 6 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. 6 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. സെറ്റ്സ് ഒരു 2-3 ടൈപ്പ് സെറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് എം ടി സെറ്റ്. എം ടി സെറ്റിനെ നമ്മൾ പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. എന്താ? എം ടി സെറ്റിനെ വേറൊരു പേരാണ് വോയിഡ് സെറ്റ്. വോയിഡ് സെറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും? നൾ സെറ്റ് എന്ന് പറയും. നൾ സെറ്റ് നമ്മൾ നോർമലി നൾ സെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ എം ടി സെറ്റിൻ്റെ പല പേരുകളാണ്. എന്താ? എം ടി സെറ്റ്, വോയിഡ് സെറ്റ്, നൾ സെറ്റ്. എന്താണെന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നോ എലമെൻറ്റ്സ്, ഒരു സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും. റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒരു സീറോയ്ക്കകത്ത് ഇങ്ങനെ ഒരു വര 5. ഇത് വായിക്കുന്നത് 5 എന്നാണ് വായിക്കുന്നത്. നോ എലമെൻറ്റ്സ് ആണെങ്കിൽ അതിനെ എന്ത് പറയും? 5 എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 5 and 6. 5നും 6നും ഇടയ്ക്ക് എന്തില്ല? നാച്ചുറൽ നമ്പേഴ്സ് ഒന്നുമില്ല. അതെന്താ? അപ്പോൾ എന്താണ്? നൾ സെറ്റാണ്. നെക്സ്റ്റ് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് എന്താ? കൗണ്ടബിൾ ആണെങ്കിൽ എന്തായി? ഫൈനൈറ്റ് സെറ്റായി. കൗണ്ടബിൾ ആണെങ്കിൽ ഫൈനൈറ്റ് സെറ്റ്. അതായത് A is equal to 1, 2, 3 എക്സെട്ര അപ് ടു 10 എന്താണ്? കൗണ്ടബിളാണ്. 10 എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഇനി ഇൻഫൈനൈറ്റ് സെറ്റ് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അൺകൗണ്ടബിൾ. എക്സാമ്പിൾ പറഞ്ഞാൽ A is equal to സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? കൗണ്ടബിൾ അല്ല, കാരണം ഇൻഫിനിറ്റി ആണ്. നാച്ചുറൽ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. എത്ര ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാനായിട്ട് പറ്റത്തില്ല. ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ? അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റിനെ നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. നമ്മൾ നോക്കുന്നത് 2 സെറ്റ്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത് എന്നുള്ളതാണ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. A is equal to 1, 2, 3. B is equal to 3, 2, 3, 1. 2, 3, 1 ആണ്. അപ്പം നോക്കിക്കേ, നമ്പർ ഓഫ് എലമെൻറ്റ്സും സെയിം ആണ്. എല്ലാ എലമെൻറ്റ്സും എന്തുണ്ട്? അതിനകത്തുണ്ട്. 1 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ എന്താ? നമ്പർ ഓഫ് എലമെൻറ്റ്സും ഈക്വൽ ആവണം, എലമെൻറ്റ്സും എന്താവണം? ഈക്വൽ ആവണം. അങ്ങനെ ആവുമ്പോഴാണ് 2 സെറ്റ്സ് എന്താവുന്നത്? ഈക്വൽ ആവുന്നത്. സബ്സെറ്റ് എന്താണ്? വാട്ട് ഇസ് സബ്സെറ്റ്? അതായത് A ഈസ് എ സബ്സെറ്റ് ഓഫ് B ആണെന്നുണ്ടെങ്കിൽ, A ഈസ് എ സബ്സെറ്റ് ഓഫ് B റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ A ഈസ് എ സബ്സെറ്റ് ഓഫ് B. A ഈസ് എ സബ്സെറ്റ് ഓഫ് B ആവണമെന്നുണ്ടെങ്കിൽ എയിലെ എലമെൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ടാവണം, ബിയിലുണ്ടാവണം. എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? സബ്സെറ്റ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കിയാൽ A ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 ആണ്. B ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5 ആണ്. A ഈസ് എ സബ്സെറ്റ് ഓഫ് B ആണോ? നോക്കിക്കേ, എയിലെ എല്ലാ എലമെൻറ്റ്സും 1, 2, 3, 4 ഉണ്ട്. എല്ലാം എവിടെയുണ്ട്? ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? A ഈസ് എ സബ്സെറ്റ് ഓഫ് B എന്ന് പറയാനായിട്ട് പറ്റും.
സബ്സെറ്റുകളെല്ലാം എഴുതാമല്ലോ. ഒരു സെറ്റ് തന്നിട്ട് അതിൻ്റെ സബ്സെറ്റുകൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സബ്സെറ്റ് എഴുതാൻ നമുക്ക് ഫസ്റ്റ് എന്തോ തന്നിട്ടുണ്ട്, A is equal to 2, 3, 4 എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ സബ്സെറ്റുകൾ എഴുതാം. 5 എല്ലാത്തിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. 5 എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. ദെൻ എന്താ, ഓരോ എലമെൻസും എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും അല്ലേ. സെറ്റ് 2 എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. സെറ്റ് 3 സബ്സെറ്റ് ആയിരിക്കും. സെറ്റ് 4 സബ്സെറ്റ് ആയിരിക്കും. ദെൻ സെറ്റ് 2 എലമെൻറ്റ്സ് വെച്ചെടുത്ത് സെറ്റ് 2, 3 സബ്സെറ്റ് ആയിരിക്കും. സെറ്റ് 2, 4 സബ്സെറ്റ് ആയിരിക്കും. ദെൻ സെറ്റ് 3, 4 സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫുൾ സെറ്റ് 2, 3, 4 എന്തായിരിക്കും, ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി നോക്കിക്കേ എത്ര എലമെൻറ്റ്സ് വന്നു. 1, 2, 3, 4, 5, 6, 7, 8 വന്നു. 8 എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിക്കുകയാണ്. ഇപ്പം നമ്പർ ഓഫ്, അതായത് ഒരു സെറ്റ് തന്നിട്ട് നമുക്ക് എഴുതാതെ തന്നെ എന്ത് പറയണം, എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 2 raised to n. നമ്പർ ഓഫ് സബ്സെറ്റ് ഇസ് ഈക്വൽ ടു 2 raised to n. അതായത് n എന്ന് പറഞ്ഞാൽ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് 2, 3, 4 എത്ര ഉണ്ട്, 1, 2, 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 raised to എന്ത് വരും, 3 വരും. 2 raised to 3 is equal to 8. ഈ 8 എണ്ണമാണല്ലോ നമുക്ക് കിട്ടിയ സബ്സെറ്റ്. അതിൻ്റെ അടുത്തൊരു സെക്ഷനാണ് ഇൻ്റർവൽസ്. നമുക്ക് 4 ടൈപ്പ് ഓഫ് ഇൻ്റർവൽസ് ആണുള്ളത്. ഒന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ AB, 2 ഓപ്പൺ ഇൻ്റർവൽ AB, മൂന്നാമത്തത് ക്ലോസ്ഡ് അറ്റ് A ആൻഡ് ഓപ്പൺ അറ്റ് B, ആൻഡ് ദെൻ ഓപ്പൺ അറ്റ് A ആൻഡ് ക്ലോസ്ഡ് അറ്റ് B. ഈ 4 ടൈപ്പ് ഓഫ് ഇൻ്റർവൽസ് ആണ് നമുക്കുള്ളത്. ഇനി എന്താണ് ഇനി ക്ലോസ്ഡ് ഇൻ്റർവൽ AB? ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും, എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും, അതിൻ്റെ കൂട്ടത്തിൽ ആരും ഇൻക്ലൂഡഡ് ആണ്, എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് x belongs to R and A less than or equal to x less than or equal to B. A less than or equal to x less than or equal to B. അതായത് എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഓപ്പൺ ഇൻ്റർവൽ AB ആണെന്നുണ്ടെങ്കിലോ ആര് ഇൻക്ലൂഡഡ് ആവില്ല, എയും ബിയും ഇൻക്ലൂഡഡ് ആവില്ല. അതായത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് x belongs to R, A less than x less than B. എയും ബിയും ഒഴിച്ച് ബാക്കി അതിനിടയ്ക്ക് വരുന്ന എല്ലാ നമ്പേഴ്സും. പിന്നെ അടുത്തത് ക്ലോസ്ഡ് അറ്റ് A ആൻഡ് ഓപ്പൺ അറ്റ് B ആണെങ്കിൽ എന്ത് വരും, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R ആൻഡ് A ഉണ്ട്. എയ്ക്കും ബിക്കും ഇടയിലുള്ള നമ്പേഴ്സ് A ഇൻക്ലൂഡഡ് ആണ്, B എന്തല്ല, ഇൻക്ലൂഡഡ് അല്ല. അതായത് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി, ആൻഡ് ഓപ്പൺ അറ്റ് A ആൻഡ് ക്ലോസ്ഡ് അറ്റ് B ആകുമ്പോൾ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R ആൻഡ് A ഇൻക്ലൂഡഡ് അല്ല ബട്ട് B ഇൻക്ലൂഡഡ് ആണ്. A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഇങ്ങനെയാണിത് ഇൻ്റർവൽസ് 4 എണ്ണം വരുന്നത്. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R, -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇതിനെ ഇൻ്റർവൽ ആക്കുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, -4 ഇല്ല, ആരുണ്ട്, 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ ഓപ്പൺ, -4 ഓപ്പൺ ആണ്, 6 ക്ലോസ്ഡ് ആണ്. -4, 6 ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. വേറെ ഒരെണ്ണം പറഞ്ഞാൽ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഏത് വരും, രണ്ടും എന്താ, ക്ലോസ്ഡ് ആണ്, രണ്ടും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെലിനകത്ത് 5,7 ഇങ്ങനെ എഴുതും. ഓക്കെ, ഇൻ്റർവെൽ തന്നേക്കുന്നതന്നെ. അതായത് ഇൻ്റർവെൽ ഓപ്പൺ അറ്റ് 6 ആൻഡ് ക്ലോസ്ഡ് അറ്റ് 8. ഓപ്പൺ അറ്റ് 6 ആൻഡ് ക്ലോസ്ഡ് അറ്റ് A ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8.
6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളെ എല്ലാം കൂടി നമ്മൾ ഒരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എ എന്ന് പറയുന്ന സെറ്റ് 1 2 ആണല്ലോ, 1 2 എന്നിരിക്കട്ടെ. ഇതിൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെ വരും? 5 വരും, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2. ഇതാണല്ലോ സബ്സെറ്റുകൾ. ഈ സബ്സെറ്റുകളെല്ലാം കൂടെ ഒറ്റ സെറ്റ് ബ്രാക്കറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പവർ സെറ്റ് കിട്ടും. സബ്സെറ്റുകളുടെ എല്ലാം കൂടെ സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ്. ഇനി എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? അതായത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു കോണ്ടസ്റ്റിനെ പറ്റി പഠിക്കണം. അതായത് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സിനെ പറ്റി പഠിക്കണം. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് സബ്സെറ്റായി വരുന്ന ഒരു സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് സബ്സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റ് നമ്മൾ എടുക്കും. ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റ് പറഞ്ഞാൽ ഏതായിരിക്കും? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനകത്താണ് സെറ്റ് ഓഫ് എന്താ ഉള്ളത്? ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടുത്തെ എന്ത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. അതായത് നമ്മൾ നമ്പേഴ്സിനകത്ത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ളത് പോലെ തന്നെ ഈ സെറ്റിനും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതൊക്കെയാണ് എന്താ? നമുക്ക് യൂണിയൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, കോംപ്ലിമെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു 4 സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആവുള്ളത്. അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് യൂണിയൻ. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്? നമുക്ക് എയും ബിയും 2 സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും കൂടെ ചേരുന്നതിനെ നമ്മൾ എന്ത് പറയും? യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. എ ഈസ് ഈക്വൽ ടു 2 4 6 8. ബി ഈസ് ഈക്വൽ ടു 3 2 1. എ ഈസ് ഈക്വൽ ടു 2 4 6 8. ബി ഈസ് ഈക്വൽ ടു 3 2 1. ഇനി നമുക്ക് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ. റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എല്ലാം. അതായത് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 6 8. 1 2 3 4 6 8. എല്ലാ എലമെൻറ്റ്സും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്താവും? യൂണിയൻ ഓഫ് സെറ്റ് ആവും. യൂണിയൻ ഓഫ് സെറ്റ് പറഞ്ഞു. എയിലും ബിയിലും വരുന്ന എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേരുന്നതാണ് എന്ത്? യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് നമ്മൾ കോമൺ അറിയാവുന്ന പ്രോപ്പർട്ടീസ് തന്നെയാണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി യൂണിയൻ എ ആയിരിക്കും അല്ലേ? നമ്മൾ അഡിഷൻ പറയുമ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയത്തില്ല? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതാണ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് A union B union C is equal to A union B union C. അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. A union B union C is equal to A union B union C. അതെന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അത് നമുക്കറിയാവുന്ന അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് A union phi എന്തായിരിക്കും? A union phi എന്ന് പറഞ്ഞാൽ എലമെൻസ് ഒന്നുമില്ല. അതും എയും നമ്മൾ യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. ദാൻ എ യൂണിയൻ എ എന്തായിരിക്കും? എയും എയും തമ്മിൽ യൂണിയൻ എടുത്താൽ ഏത് കിട്ടും? എഗെയിൻ എ കിട്ടും. എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ. ഇനി യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ ആണെങ്കിലോ? യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് എയും കൂടെ ഉള്ള യൂണിയൻ എടുക്കുക. അതായത് എ എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റാണ്? യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യു കിട്ടും. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ആണ്. എന്താണ് ഈ ഇൻ്റർസെക്ഷൻ? എയും ബിയും 2 സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എഴുതുന്ന സെറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. എ ഈസ് ഈക്വൽ ടു 1 2 4 6 8 ആണ്. ബി ഈസ് ഈക്വൽ ടു 2 4
8 1 ആണ്. 2 4 8 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ട് വന്നേക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, അപ്പോൾ 2 എലമെൻ്റ് ആണ്. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, അപ്പോൾ 4 എലമെൻ്റ് ആണ്. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, അപ്പോൾ എന്താണ്? 8 2 4 8 ആണ് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വന്നേക്കുന്നത്. അതാണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി. പ്രോപ്പർട്ടീസ് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ബി ഇൻ്റർസെക്ഷൻ എ ആയിരിക്കും. നേരത്തെ പറഞ്ഞ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആയിരിക്കും. അതെന്താ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. അതുപോലെ നെക്സ്റ്റ് ഫൈ ഇൻ്റർസെക്ഷൻ എ. ഫൈ ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫൈക്കും എക്കും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എന്ത് വരും? ഇസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് എ ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എക്കും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, എയും എയും തന്നെ അല്ലേ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ. യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എന്താണ്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. സോ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ലോ ഉള്ളത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ യൂണിയൻ. ഇൻ്റർസെക്ഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിഫറൻസ് ആണ്. ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ എങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കും? എ മൈനസ് ബി. എ മൈനസ് ബി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്കകത്ത് നിന്ന് ആരെ ഒഴിവാക്കുക? ബിയിൽ ഒഴിവാക്കുക. അതായത് എലമെൻറ്റ്സ്, അതായത് അടുത്ത സെറ്റ് എന്ന് പറയുന്നത് എയിലുള്ള എലമെൻറ്റ്സ് ആവും, ബട്ട് എവിടെ നിന്ന് കാണരുത്? ബിയിലുള്ള എലമെൻ്റ് ആവരുത്. അതായത് എക്സാമ്പിൾ നോക്കിക്കേ, എ ഈസ് ഈക്വൽ ടു 1 2 3 4 ആണ്. ബി ഈസ് ഈക്വൽ ടു 2 3. ബി ഈസ് ഈക്വൽ ടു 2 3. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ത് വരും? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എക്കകത്ത് നാലെ ഒഴിവാക്കണം? ബിയെ ഒഴിവാക്കണം. അതായത് എക്കകത്തുള്ള 2ഉം 3യും പോയിട്ട് ആര് വരും? 1 4. ഇങ്ങനെയാണ് എന്താ എ മൈനസ് ബി വരുന്നത്. അതായത് എയിലുള്ള എലമെൻസിനകത്ത് നിന്ന് ബിയിലുള്ള എലമെൻസിനെ ഒഴിവാക്കുക. അതാണ് എ മൈനസ് ബി. ഇനി ബി മൈനസ് എ ആണെങ്കിൽ എന്ത് ചെയ്യണം? ബി നിർത്തിക്കൊണ്ട് ബിക്കകത്ത് നിന്ന് ആരെ ഒഴിവാക്കണം? എ ഒഴിവാക്കണം. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് ആണ് നാലാമത്തെ ലാസ്റ്റ് ഓപ്പറേഷൻ ആണ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡിഫറൻസ് പറഞ്ഞില്ലേ, എ മൈനസ് ബി, അതുപോലെ തന്നെയാണ് ഇപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എയുടെ മുകളിലൊരു ഡാഷ്. എ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ. യു എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനകത്ത് നിന്ന് ആരെ ഒഴിവാക്കിയാൽ, എനെ ഒഴിവാക്കിയാൽ നമുക്ക് എന്തോ കിട്ടും? എ കോംപ്ലിമെൻ്റ് കിട്ടും. ഇനി ബി കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു മൈനസ് ബി. അങ്ങനെ ചെയ്യുമ്പോൾ ബി കോംപ്ലിമെൻ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്നതാണ് എന്ത്? കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. കോംപ്ലിമെൻ്റ് നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ യൂണിയൻ എ കോംപ്ലിമെൻ്റ്. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റിൻ്റെയും എയുടെയും കൂടെ യൂണിയൻ വരുമ്പോൾ നമുക്ക് എന്ത് വരും? യൂണിവേഴ്സൽ സെറ്റ് വരും. അതായത് എ ഇല്ലാത്തതും എ ഉള്ളതും കൂടെ ചേരുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റാണ്. അടുത്തത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണെങ്കിലോ? എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ത് വരും? എക്കും എ കോംപ്ലിമെൻറ്റിനും കോമൺ ആയിട്ട് എന്തില്ല? എലമെൻ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എന്ത് വരും? ഇസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് എ യൂണിയൻ ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. ഇതിനെ ഡിമോർഗൻസ് ലോ എന്നാണ് പറയുന്നത്. എ യൂണിയൻ ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. തിരിച്ചതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ്. എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ്. ഇത് ഡിമോർഗൻസ് ലോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എ കോംപ്ലിമെൻ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് ദി ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ദി ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. എ കോംപ്ലിമെൻ്റ് ദി ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എ.
ഫൈയുടെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഫൈയുടെ കോംപ്ലിമെന്റ് യു ആയിരിക്കും. യുവിൻ്റെ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു ഫൈ ആയിരിക്കും. ഫൈയുടെ കോംപ്ലിമെന്റ് യു ആണ്, യുവിൻ്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഫൈ ആയിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസും കൂടിയാണ് ഉള്ളത്. u is equal to 1 2 3 4 5 6 7 8 9, a is equal to 2 4 6 8 and b is equal to 2 3 5 7. Verify a union b the whole complement is equal to a complement intersection b complement. ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ നമുക്ക്. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കാം. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് വേണം. അതിനെന്ത് വേണം? ആദ്യം എ യൂണിയൻ ബി എഴുതാം. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എക്കകത്തും ബിക്കകത്തും വരുന്ന എലമെന്റ്സ് എല്ലാം കൂടി എഴുതിക്കുക. എക്കകത്തും ബിക്കകത്തും വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 2 3 4 5 6 7 8. 2 3 4 5 6 7 8 വരും. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതണമല്ലോ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ യുവിനകത്തുനിന്ന് ഈ എ യൂണിയൻ ബിനെ ഒഴിവാക്കണം. അപ്പോൾ 2 3 4 5 6 7 8 കഴിയുമ്പോൾ ബാക്കിയുള്ളത് ഏതാണ്? 1 and 9. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒന്നാമത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. ഇനി രണ്ടാമത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം? എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു 2 4 6 8 ആണ്. അതിനകത്തുനിന്ന് യുവിലുള്ള ആൾക്കാരെ കളയുമ്പോൾ 2 4 6 8 കളയുമ്പോൾ 1 1 3 5 7 9. 1 3 5 7 9. ഇനി ബി കോംപ്ലിമെന്റ് എഴുതുമ്പോഴോ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 2 3 5 7 കളയണം. അപ്പോൾ 1 4 6 8 9. നമ്മൾ 2 3 5 9 കഴിഞ്ഞപ്പോൾ 1 4 6 8 9. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് 1 and 9. 1ഉം 9ഉം. ഈ 1ഉം 9ഉം തന്നെയല്ലേ നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിൽ വന്നേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാക്കാം? എ യൂണിയൻ ബി ദി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൻ്റെ റിലേഷൻഷിപ്സിനെ, അതായത് സെറ്റിനകത്തുള്ള റിലേഷൻഷിപ്പിനെ ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിലാണ്? വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് വെൻ ഡയഗ്രത്തിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? റെക്ടാങ്കുലർ ബോക്സിനുള്ളിൽ യൂണിവേഴ്സൽ സെറ്റും സബ്സെറ്റുകൾ, അതായത് ഇപ്പോൾ എ ഇസ് എ സബ്സെറ്റ് ഓഫ് യു ആണ്, അതുപോലെ തന്നെ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് യു ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് റെക്ടാങ്കുലർ ബോക്സിനകത്ത് യൂണിവേഴ്സൽ സെറ്റും റൗണ്ടിനകത്ത് അതിനകത്തുള്ള സബ്സെറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും? സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്യും. നോക്കി, ഇത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെ? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്. അത് ഏത് പോർഷൻ ആയിരിക്കും വരുന്നത്? എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഇതാണ് എയും ബിയും. ഈ ഒരു പോർഷൻ ആയിരിക്കും എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇങ്ങനെ ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ വെൻ ഡയഗ്രംസ് യൂസ് ചെയ്യുന്നത്.